നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അനിൽ ബാലചന്ദ്രൻ എന്ന തെറിമോട്ടറെ ആട്ടിപ്പായിച്ച കോഴിക്കോട്ടെ കച്ചവടക്കാർ തന്നെയല്ലേ യഥാർത്ഥ മോട്ടിവേഷൻ ട്രെയിനർ? നീതിയിലൂടെ ലോകത്തെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത കോഴിക്കോട്ടെ കച്ചവടക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസ്സോ എന്ന് ചോദിക്കുന്നവർ ഏറെയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. ഡോക്ടർ PK യാസർ അറാഫത്തിനെ പോലെയുള്ളവർ അതിശക്തമായ പ്രതികരണങ്ങളുമായി ഇപ്പോൾ മാധ്യമങ്ങളിൽ കുറിപ്പിടുന്നു. ലോകത്തെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്ത വ്യാപാരികളാണ് കോഴിക്കോട്ടെ കച്ചവടക്കാർ. അവർക്കെന്തിനാണ് മറ്റൊരു മോട്ടിവേഷൻ ക്ലാസ്? കോഴിക്കോട്ടെ കച്ചവടക്കാർ ഒരു കാലത്ത് ലോക വ്യാപാരങ്ങളെയും കച്ചവട തന്ത്രങ്ങളെയും ഒക്കെ നിർണയിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പഴമയും പെരുമയുമൊക്കെ വിളിച്ചു പറയുകയാണ് ഇപ്പോൾ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും: കോഴിക്കോട്ടെ കച്ചവടക്കാരുടെ ഒരു പ്രത്യേക കരുതൽ. അതിന് ഹോട്ടലിലായാലും മറ്റേതെങ്കിലും വ്യവസായ സംരംഭങ്ങളിലായാലും ബിസിനസ് ചെയ്ത് വിജയിക്കാൻ മോട്ടിവേഷൻ ക്ലാസ്സോ? ആ ചോദ്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ ശക്തമാകുന്നത്. ബിസിനസ് ചെയ്യാൻ അറിയുന്നവർ ബിസിനസ്സിൽ വിജയിക്കും, അല്ലാത്തവർ പരാജയപ്പെടും. 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടാൽ ബിസിനസ് പഠിക്കുമെങ്കിൽ എന്തെളുപ്പമാണ്. ഇത്തരം മോട്ടിവേഷൻ ട്രെയിനർമാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്നു. തെറിക്ക് മിനിറ്റ് വെച്ച് ചാർജ് ചെയ്യുന്ന അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവർക്ക് ഇപ്പോൾ വിളക്കാലമാണ്. 2-3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വ്യവസായങ്ങൾ തുടങ്ങി ഇപ്പോൾ വലിയ സാമ്രാജ്യങ്ങളായി വളർത്തിയെടുത്ത അനേക വ്യവസായികളുണ്ട് കേരളത്തിൽ. അവരൊന്നും ഇത്തരം ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തല്ല തങ്ങളുടെ ബിസിനസ്സുകൾ പടുത്തുയർത്തിയത്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായി ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ ജനിക്കുന്നതിന് മുൻപ് തന്നെ നല്ല കച്ചവടമൊക്കെ നടത്തി വിജയിച്ചവരാണ് കോഴിക്കോട്ടെ കച്ചവടക്കാർ. അവിടെയാണ് മോട്ടിവേഷൻ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ ചെന്ന് പച്ച തെറിവിളി തുടങ്ങിയത്. അടികിട്ടാതെ തടികേടാക്കാതെ രക്ഷപ്പെട്ടത് അനിൽ ബാലചന്ദ്രന്റെ ഭാഗ്യം. ഇത്തരം മോട്ടിവേഷനുകളുടെ വിഷവാക്കുകൾ കേട്ടല്ല ഇവരൊക്കെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടെ കച്ചവടക്കാരുടെ കച്ചവട തന്ത്രങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ എങ്ങനെയെങ്കിലും ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഈ കച്ചവടക്കാർക്ക് 2 തെറിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് കുറിക്കുന്നവരുമുണ്ട്. പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയിലായി ആ കച്ചവടക്കാർ. അതുകൊണ്ടാണ് അവർ തിരികെ പ്രതികരിച്ചത്. ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ ലാഭമുണ്ടാക്കണമെന്ന് കരുതുന്ന ബിസിനസ്സുകാരിൽ ചിലർ ട്രെയിനിങ് ക്ലാസുകൾക്കായി പണം ചെലവഴിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇത്തരം അനിൽ ബാലചന്ദ്രന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയിലെത്തിക്കുന്നത്. ധാർമ്മികത, മനുഷ്യത്വം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അട്ടത്ത് വെച്ചിട്ട് മതി ഇവന്മാരുടെ പ്രസംഗം കേൾക്കാൻ. കാരണം എങ്ങനെ കച്ചവട ലാഭമുണ്ടാക്കണമെന്ന് ഉപദേശം മാത്രമാണ് ഇവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ തെണ്ടൽ, നാറി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അവൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വമിക്കും. വീണുപോയവരെയും നഷ്ടം പറ്റിയവരെയും ഒരിക്കലും പിടിച്ചെഴുന്നേൽപ്പിക്കരുത് എന്ന ഉപദേശമാണ് അനിൽ ബാലചന്ദ്രൻ സാധാരണ തൻ്റെ പ്രസംഗങ്ങളിൽ കാച്ചാറുള്ളത്. അങ്ങനെയെങ്കിൽ 8ഓളം കച്ചവട സംരംഭങ്ങൾ തുടങ്ങി ഒന്നൊന്നായി നിലംപൊത്തി 1.25 കോടി കടം കയറി മുങ്ങിയ അനിൽ ബാലചന്ദ്രൻ പിന്നീട് പൊങ്ങിയത് ഇത്തരം ബിസിനസ് ട്രെയിനിങ്, മോട്ടിവേഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞുള്ള ഉഡായിപ്പുമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വയം പ്രഖ്യാപിത രാജാവെന്ന് അയാൾ തന്നെ അയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചു. വീണുകിടക്കുന്നവരെ താങ്ങരുത്, സാധാരണക്കാരെ പരിഗണിക്കരുത്, ഉൽപ്പന്നം വാങ്ങാൻ പണമുള്ളവൻ വന്നാൽ മതി എന്നൊക്കെയുള്ള ഇയാളുടെ ഉപദേശം കേൾക്കാൻ കോഴിക്കോട്ടെ നല്ല മനസ്സുകൾക്ക് കഴിയില്ല. കാരണം അവരിൽ പലരും നല്ല നീതിബോധമുള്ളവരാണ്, സത്യസന്ധമായി കച്ചവടം നടത്തുന്നവരാണ്. എന്തായാലും ഇത്രയും കാലം രാജാവെന്ന് സ്വയം പ്രഖ്യാപിച്ച് കിങ് മേക്കർ എന്ന ടാഗ് ലൈനോടുകൂടി സ്വയം മാർക്കറ്റിംഗ് നടത്തിയ അനിൽ ബാലചന്ദ്രനെ ആട്ടിപ്പായിക്കാനുള്ള കരുത്ത് കേരളത്തിൽ കാട്ടിയത് തനി കോഴിക്കോട്ടുകാർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട്ടെ കച്ചവടക്കാരെ ഹീറോകളാക്കി സമൂഹ മാധ്യമങ്ങൾ വാഴ്ത്തുന്നതും. കോഴിക്കോടിന് മറ്റൊരു പേര് കൂടിയുണ്ട് എന്ന് അനിൽ ബാലചന്ദ്രന്മാർ മനസ്സിലാക്കണം: സത്യത്തിൻ്റെ നഗരം. ഏൽപ്പിച്ച സ്വർണ്ണപ്പെട്ടികളിൽ നിന്ന് ഒരു തരി പോലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച സാമൂതിരിയുടെ നാടാണ് കോഴിക്കോട്. ചുരുക്കത്തിൽ കച്ചവടത്തിന്റെ സംതൃപ്തി തന്നെയാണ് വ്യാപാരത്തിന്റെ സൗന്ദര്യം. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ തന്നെയാണ് നിങ്ങളുടെ രാജാവും ദൈവവും. അത് മനസ്സിലാക്കാതെ കസ്റ്റമറെ പോലും തെണ്ടികളാക്കി കരുതുന്ന ഇത്തരം മോട്ടിവേഷൻ സ്പീച്ചുകൾക്ക് എന്ത് വിലയാണ് ഈ സമൂഹം കൊടുക്കുക? ആളുകളെ പറ്റിച്ച് സമ്പാദിക്കുന്നതിന് അധികകാലം ആയുസ്സുണ്ടാകില്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് കോഴിക്കോട്ടെ ഈ സംഭവങ്ങൾ.
അതുകൊണ്ടാണ് കോഴിക്കോടെ കച്ചവടക്കാരെ തെണ്ടികളെന്ന് വിളിച്ച അനിൽ ബാലചന്ദ്രനെ അവിടുത്തെ കച്ചവടക്കാർ ആട്ടിപ്പയിച്ചതും. ഒരിക്കൽ യമനിൽ നിന്നും പേർഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ വരുന്ന കച്ചവടക്കാരെ കോഴിക്കോട് എങ്ങനെ കൈനീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് തിരയാം. വിദേശത്ത് നിന്ന് വരുന്ന പല കപ്പലുകളിലെയും ചരക്കുകൾ മുഴുവനായി വാങ്ങാൻ ശേഷിയുള്ള അതിസമ്പന്നരായ കച്ചവടക്കാർ കോഴിക്കോട്ടുണ്ടായിരുന്നു എന്ന് അനിൽ ബാലചന്ദ്രന്മാർ മറന്നു. അത് ഇത്തരം മോട്ടിവേഷണൽ സ്പീച്ച് കൊണ്ടുണ്ടായവരല്ല. ആരെയും പേടിക്കാതെ എത്ര ചരക്കുകളും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ കോഴിക്കോട്ടേക്ക് തിരിച്ചാൽ മതി എന്ന് വിദേശ കച്ചവടക്കാർ ഒരിക്കൽ പറഞ്ഞിരുന്നു. ലോകത്ത് മറ്റൊരു തുറമുഖത്തും കാണാത്ത ഒരു നൈതികത കോഴിക്കോടുണ്ടായിരുന്നു. അത് രാജാവ് സാമൂതിരിയുടെ കാലത്തും പിന്നീടുമൊക്കെ തുടർന്നു പോന്നു. കോഴിക്കോട്ടെ കച്ചവടക്കാരെ പൊതുവെ സാഹസികരായ നാവികരായി ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. വ്യാപാരികൾ എത്ര റിസ്ക് എടുത്തും കച്ചവട യാത്രകൾ നടത്താൻ തയ്യാറായവരാണ്. കോഴിക്കോടിൻ്റെ വ്യാപാരത്തെയും നന്മയെയും കുറിച്ചുള്ള നിരവധി കുറിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ. നീതിയുക്തമായി വ്യാപാരം ചെയ്യാൻ കോഴിക്കോട്ടുകാർക്കുണ്ടായിരുന്ന മനസ്സ് ഈ തുറമുഖത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കച്ചവടക്കാരെ ആകർഷിച്ചു. അതുകൊണ്ട് മാത്രമാണ് കോഴിക്കോടിനെ സമാധാനത്തിൻ്റെ നാടെന്നും വിശ്വസ്തതയുടെ നാടെന്നും സൈനുദ്ദീൻ മക്തൂം, ഖാദി മുഹായുദ്ദീൻ തുടങ്ങിയ പണ്ഡിതർ രേഖപ്പെടുത്തിയത്. കച്ചവടത്തിൽ വ്യാപാരികൾ ഉപഭോക്താവിനോട് കാണിക്കേണ്ട സത്യസന്ധതയെക്കുറിച്ച്, അവനെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച്, മര്യാദകളെക്കുറിച്ച്, അളവിലും തൂക്കത്തിലുമൊക്കെ പാലിക്കേണ്ട കൃത്യതകളെക്കുറിച്ച്, വ്യാജമായ കച്ചവടങ്ങളെക്കുറിച്ച്, സാധനങ്ങളുടെ ഗുണനിലവാരങ്ങളെക്കുറിച്ച്, ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെക്കുറിച്ച്, അവരുടെ വിശ്വാസമാർജിക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെ 16-ാം നൂറ്റാണ്ടിൽ ഈ പണ്ഡിതർ എഴുതിയതിന് പിന്നിലും കോഴിക്കോടിൻ്റെ വ്യാപാര സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരുടെയും പ്രത്യേകിച്ചുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊന്നുമില്ലാതെ കോഴിക്കോട്ടെ കച്ചവടക്കാർ വളർന്നു കയറിയത്. ഒരുപാട് ലെഗസികൾ പറയാനുണ്ട് കോഴിക്കോട്ടെ കച്ചവടക്കാർക്ക്. കച്ചവടത്തിലും മറ്റും അവരിപ്പോഴും വലിയൊരളവിൽ നീതിബോധവും ന്യായവിചാരങ്ങളുമൊക്കെ സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ള കോഴിക്കോട്ടേക്ക് ചെന്നാണ് അവിടെയുള്ള കച്ചവടക്കാരെ തെണ്ടികളെന്ന് അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവർ അഭിസംബോധന ചെയ്യുന്നത്. ചാലിയാർ നദിയിലൂടെ കല്ലായി വ്യാപാര കേന്ദ്രത്തിലേക്ക് തടി കൊണ്ടുവരുന്ന ആ കച്ചവടക്കാരുടെ വിരുത് മാത്രം മതി അവരുടെ ബുദ്ധികൂർമ്മത മനസ്സിലാക്കാൻ. ഒരിക്കൽ കല്ലായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടി വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഈ സ്ഥലം തേക്കുപോലെ ശക്തിയുള്ളതും ഈടുള്ളതുമാണ് എന്ന് ചരിത്രം പറയുന്നു. ഒരുപാട് പാരമ്പര്യവും പ്രശസ്തിയുമുള്ള കോഴിക്കോടിന്റെ കച്ചവടത്തെയാണ് അനിൽ ബാലചന്ദ്രൻ വെല്ലുവിളിച്ചത്. ആ അവഹേളനത്തിന് അർഹിക്കുന്ന മറുപടി നൽകി കോഴിക്കോട്ടെ കച്ചവടക്കാർ അനിലിനെ തിരികെ ഓടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇതാണ് ലോകത്തിന് ലഭിക്കുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ സെക്ഷൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.